അവിടെ പോലും നിൽക്കത്തില്ല, റോഡിൽ പോലും നിൽക്കത്തില്ല, താഴോട്ട് പോകും. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറ, പൊള്ളാച്ചി, കൊല്ലങ്കോട് വഴി തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നൊരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഇത് ശരി നമ്മുടെ അങ്കമാലി കഴിഞ്ഞ് ചാലക്കുടിയിൽ നിന്ന് നേരെ ആതിരപ്പള്ളിക്ക് പോകുന്ന റോഡാണ്. രാവിലെ ഒരു 6 മണിയോട് അടുത്തിട്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് പോകുന്നത്. നല്ലൊരു ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു ഈ സമയത്ത്. അധികം വാഹനങ്ങളോ കാര്യങ്ങളൊന്നും ഈ റോഡിൽ ഉണ്ടായിരുന്നില്ല. ഈ റോഡിൽ നമ്മൾ സിൽവർ ഓപ്പോസിറ്റായിട്ട് റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ നമ്മൾ ചാലക്കുടി പുഴയ്ക്ക് ക്രോസ് ആയി കൊണ്ടൊരു പാലുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നോക്കിയാൽ നല്ല രസമായിരുന്നു. മോർണിംഗ് വ്യൂ, സൂര്യൻ വെച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വെച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പുഴ നിറച്ചും ഭയങ്കര പാറക്കല്ലുകളാൽ നിറഞ്ഞൊരു പുഴയാണ് ഈ ചാലക്കുടി പുഴ. നല്ല രസമായിരുന്നു. വ്യൂസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസ് എടുത്തു. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ ഞങ്ങൾ ചെറിയ തണുപ്പും ചെറിയ മഞ്ഞിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നല്ല ഭംഗിയായിരുന്നു. അതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് റോഡ് സൈഡിൽ. ആ റോഡ് സൈഡിൽ നിന്ന് വ്യൂ പോയിൻ്റിൽ നിന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. രാവിലത്തെ ആ ഒരു ആംബിയൻസിലെല്ലാം കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. ഏകദേശം ഒരു 6:30-7 മണിയോട് അടുത്തിട്ടാണ് ഞങ്ങൾ വാഴച്ചാലിലെത്തുന്നത്. വാഴച്ചാലിൽ നിന്നാണ് എൻട്രി. ശരിക്കും 6 മണി തൊട്ടിട്ടാണ് ഈ കാട്ടിക്കൂടുള്ള വഴി ഓപ്പൺ ആവുന്നത്. അതായത് വാഴച്ചാലിൽ നിന്ന് വാൽപ്പാറയ്ക്കുള്ള ഫോറസ്റ്റ് റൂട്ട് ഓപ്പൺ ആവുന്നത് 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് അവിടെ എത്താൻ തക്കത്തോളം ഒത്തിരി സഞ്ചാരകർ അവിടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ വാഴച്ചാലിൽ വണ്ടി നിർത്തി അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പാസ്സൊക്കെ എടുക്കണം. കൂടെയുള്ളവർ പോയി പാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ കാട്ടിലേക്ക് പ്രവേശിച്ചു. രാവിലെ കൊണ്ട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പല സ്ഥലങ്ങളിലും ബോർഡുകളൊക്കെ ഉണ്ട്. ഈ വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ സാധ്യത ബോർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ മുതലുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ബോർഡും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ കണ്ടു. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ മുതലിനെ കണ്ടില്ല. ഞങ്ങൾ ജസ്റ്റ് അടക്കം വ്യൂ ചെയ്ത് പോയി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കാട്ടിക്കൂടുള്ള യാത്രയിൽ കാറിന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പ്രത്യേക റൂളുണ്ട്. കാറിന് പുറത്തിറങ്ങാൻ പാടില്ല. ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും പിന്നെ അവിടെ ഇവിടെ ആയിട്ട് നിർത്താനൊന്നും പാടില്ല. ഇവർ തരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. 2 മണിക്കൂർ കൊണ്ട് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് മേലെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരെ എത്തണം.
ഇത്ര ദൂരം കടന്നു പോകുന്നത് ഞങ്ങൾക്ക് വന്യമൃഗങ്ങളൊന്നും അധികം കാണാൻ പറ്റിയില്ല. വഴിയിൽ ചെറിയ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആന കടന്നു പോകുന്ന കുറേ ഭാഗങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. ആന വന്നു പോയതായുള്ള ലക്ഷണങ്ങളൊക്കെ റോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ആനപ്പുണ്ടും പിന്നെ ഈ ചില്ലകളൊക്കെ ഒടിച്ചിട്ടതായൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമുക്ക് കയറ്റം വന്നു തുടങ്ങി. അതായത് മലക്കപ്പാറയ്ക്കുള്ള ചെറിയ കാട്ടുകൂടൽ ചുരം പോലത്തെ ഒരു വഴിയാണ്. അത് വന്നു തുടങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾ ചില വ്യൂ പോയിൻറ്റ്സിലൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടേക്ക് പോകുന്ന വഴിക്കാണ് വളരെ ദാരുണമായൊരു സംഭവം കണ്ടത്. അതായത് ഓപ്പോസിറ്റ് മലക്കപ്പാറന്ന് ഇങ്ങോട്ട് ആതിരപ്പള്ളിക്ക് വരുന്ന ഒരു വാഹനം, ഒരു കാറ് ഒരു എന്തോ കൺട്രോൾ പോയിട്ടാണ് തോന്നുന്നു താഴേക്ക് വീണു. അതായത് മുകളിലെ വളവന്ന് താഴത്തെ ആ റോട്ടിലേക്ക്, അതൊരു വള്ളിയിലാണ് ഞാൻ തൂങ്ങി നിൽക്കുക. ടാറ്റയുടെ ടിയാഗോ എന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൽ സഞ്ചരിച്ച ആൾക്കാരുടെ ഒരു ബാഗ് അവിടെ പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആളുകളൊക്കെ അവിടുന്ന് പോലീസുകാർ രക്ഷപ്പെടുത്തി എന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറയാൻ പറ്റിയത്. അപ്പോൾ ഒരു ബാഗ് പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളതെടുത്തിട്ട് മേലെ മലക്കപ്പാറ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയുണ്ടായത്. ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മലക്കപ്പാറ എത്തി. ഇത് തൃശ്ശൂർ ജില്ലയിൽ പെട്ടതാണെങ്കിലും തമിഴ്നാട് ബോർഡറായി കൊണ്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വാഴച്ചാലിനടുത്തേക്കുന്ന ഫോറസ്റ്റിൻ്റെ സ്ലിപ്പുണ്ട്, അതവിടെ കാണിക്കണം. 2 മണിക്കൂറിനകത്ത് വാഹനം ഇവിടെ എത്തണം എന്നാണ് ഇവരുടെ നിയമം. അങ്ങനെ ഇവിടെ എത്തി. ഞങ്ങൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ വഴിയിൽ കാർ ആക്സിഡൻറ്റ് കണ്ടില്ലേ, അവിടുന്ന് കണ്ടേക്കുന്ന ബാഗ് അവിടെ കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അവിടുത്തെ സാറിൻ്റെ പുള്ളിയുടെ നമ്പറൊക്കെ ഞങ്ങൾ നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനൊക്കെ പറഞ്ഞിട്ട്. മലക്കപ്പാറയിൽ നിന്ന് പിന്നെ വാൽപ്പാറയ്ക്ക് പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടുള്ളൊരു വഴിയാണ്. മൂന്നാറിലൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിക്കുള്ളൊരു സ്ഥലമാണ്. അപ്പം പിന്നെ ഇത് ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പം വാൽപ്പാറ തൊട്ടിട്ട് പൊള്ളാച്ചി വരെയുള്ള യാത്രാവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള 2 വീഡിയോ കൂടി വരുന്നുണ്ട്. അത് ഇതിനോടൊപ്പം ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.